ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെറുതെ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നപ്പം എൻ്റെ നാത്തൂൻ്റെ ഒരു ആഗ്രഹം കടൽ കാണാൻ പോകണമെന്ന്. അപ്പോൾ അടുത്ത നാത്തൂനെ അണ്ണനും കൊച്ചിനെയും കൂടെ കൂട്ടി ഞങ്ങൾ കടൽ കാണാൻ ഞങ്ങൾ ഇറങ്ങി. വലിയ ബീച്ചൊന്നും അല്ലാത്തതുകൊണ്ട് ആൾക്കാരൊന്നും കാണൂലെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേ നാൾക്ക് ശേഷം കടൽ കണ്ട സന്തോഷത്തിൽ ഞാനും ചേച്ചിയും കൂടെ ഓടിച്ചാടി കടലിലോട്ട് അങ്ങ് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വലിയൊരു തിരമാല അടിച്ചത്. ഫോണും നനഞ്ഞു, പാൻറ്റും നനഞ്ഞു. ഈ തിരമാല അടിക്കുന്നതിൻ്റെ ഇടയിൽ കാലിൽ എന്തൊക്കെയോ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ എവിടെയോ ഒരു കണ്ടെയ്നർ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ തുണികളോ മറ്റോ ആയിരുന്നു അത്. കൂടെ വന്നവർ മറന്നു പോയതല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ താഴെ ദമ്പതികൾ അവരുടെ കൊച്ചിനെ കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. കൂടെ വരുമ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കടലിൽ ഇറങ്ങൂല എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ വിളിക്കാനും പോയില്ല. അതിനിടയിൽ എൻ്റെ പൊന്നു നാത്തൂനാണെങ്കിൽ വലിയ തിരമാല വരുമ്പോൾ വട്ടി പോലെ അങ്ങ് നിൽക്കുക. പിന്നെ അതിനെയും വലിച്ചെടുത്തുകൊണ്ട് ഞാൻ മേളിൽ കയറി വന്നു. കൂടെ വന്നവരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണമല്ലോ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ 3 പേരും അവിടെ തന്നെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അണ്ണനും ചേച്ചിയും കൂടി അവനെ ചിരിപ്പിക്കാൻ പലതും ചെയ്ത് നോക്കുന്നു. ക്യാമറയിലൊക്കെ നോക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ അതിലൊന്നും വീഴില്ല. കാരണം അവൻ സിഗ്മയാണ്. സിഗ്മ പിള്ളേർ അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിക്കില്ലല്ലോ. അവനെ ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നിങ്ങൾ ഈ കണ്ടതൊക്കെ. മോന് കുഞ്ഞമ്മ കടൽ കാണിച്ചാലെന്നും പറഞ്ഞ് വലിയ കരുത്തി ചേച്ചി അവനെ എടുത്തുകൊണ്ടിങ്ങി വന്നു. അതേ സ്പീഡിൽ തിരിച്ചു കൊടുക്കേണ്ടി വന്നു അവൻ്റെ കരച്ചിൽ കാണണം. ദെൻ ബാക്ക് ടു അവർ പരിപാടീസ്. കടലിൽ കളിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. കടല് വാ. ഹോയ് ഹോയ്. ഇത് വല്ലാത്ത ആക്റ്റീവാണല്ലോ ഇപ്പോൾ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ടാറ്റയും പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് അവന് കളിയും ചിരിയും ഒക്കെ വന്നത്. അതുവരെ അവന് കളിക്കാൻ വേണ്ട, ചിരിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. കടപ്പുറത്തുനിന്നേ നമ്മൾ ടാറ്റ പറയാൻ തുടങ്ങി. ചേച്ചിമാരും അണ്ണനും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ഈ കുട്ടി പ്രിൻസും. എല്ലാവരും ടാറ്റ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി വീട്ടിൽ പോയേക്കാം. അപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഒരാൾ ഇപ്പോഴേ ഫോൺ കോളിലായിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേര് നമുക്ക് വഴികാട്ടിയായിട്ട് ആദ്യമേ മുന്നേ നടക്കുന്നുണ്ട്. ധാരയാ ഇത്രേ വിളിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ചേച്ചി ആളെ കാണിച്ചു തന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ചേച്ചിയുടെ കെട്ടിയൻ, അതായത് എൻ്റെ അണ്ണൻ. അണ്ണനും ചേച്ചിയെ നമുക്ക് അവരുടെ വീഡിയോ കോളിൻ്റെ ലോകത്ത് വിടാം. എന്നിട്ട് മുമ്പ് നടക്കുന്ന ഈ കപ്പിളിനെ നമുക്ക് ശല്യം ചെയ്യാം. 2 ഫോൺ മാറി നോക്കും. ചേച്ചിയിലെ ഗായിക വീണ്ടും ഉണർന്നിരിക്കുകയാണ് വാവയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ. അപ്പം അവർ ബൈയും പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവാണ്. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബായ്.